ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 67. എന്തുകൊണ്ട് മഴവില്ല്? നോഹയുമായി ഉറപ്പിക്കപ്പെട്ട ഉടമ്പടിയുടെ അടയാളമായി എന്തുകൊണ്ട് മഴവില്ല് നൽകി? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ക്ലാസ് ആരംഭിച്ചത്, എന്തുകൊണ്ട് മഴവില്ല്. പക്ഷേ നമുക്കത് അവതരിപ്പിക്കാൻ സമയം കിട്ടിയില്ല. വചനത്തിൻ്റെ അപഗ്രഥനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ല. അതിന് ഉത്തരം ഇന്ന് നൽകുകയാണ്. എന്തുകൊണ്ട് മഴവില്ല്? നമുക്ക് ആ തിരുവചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം ഈ മഴവില്ലിനെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ആ തിരുവചനം, 9-ാമത്തെ അധ്യായത്തിൽ തിരുവചനം നമുക്ക് കേൾക്കാം. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം ദൈവഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളോ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഇതാ ഞാൻ നിങ്ങളോടും നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സന്തതി പരമ്പരകളോടും എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ള സർവ്വജീവജാലങ്ങളോടും നിങ്ങളോടൊപ്പം പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന പക്ഷികൾ, കന്നുകാലികൾ, ഭൂമിയിലെ കാട്ടുജന്തുക്കൾ തുടങ്ങി ജീവനുള്ള സകലതിനോടും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇനി ഒരിക്കലും ജലപ്രളയം കൊണ്ട് ജീവജാലങ്ങളെയെല്ലാം നശിക്കാൻ ഇടവരുകയില്ല. ഭൂമിയാകെ സമൂലം നശിപ്പിക്കാൻ ഇനിയൊരു ജലപ്രളയം ഉണ്ടാകയില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സകല ജീവജാലങ്ങളും തമ്മിൽ ഭാവിയിൽ എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി ഏർപ്പെടുത്തുന്ന ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഞാൻ എൻ്റെ വില്ല് മേഘങ്ങളിൽ സ്ഥാപിക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുകയും അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും തമ്മിലും സർവ്വജീവജാലങ്ങളും തമ്മിലും സ്ഥാപിച്ച എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജഡത്തെയും നശിപ്പിക്കാൻ പോരുന്ന തരത്തിൽ ജലം പ്രളയമായി തീരുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത നിത്യമായ ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, അതെ, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഈ മഴവില്ലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ദൈവം പറയുന്നുണ്ട്. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം ദൈവഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. അവൻ രക്തം ചിന്തണം. മനുഷ്യജീവന്റെ പവിത്രതയ്ക്ക് മേലുള്ള ആക്രമണമാണ് കൊലപാതകം. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ആക്രമിക്കുന്നത് ദൈവത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ മനുഷ്യജീവനെ നശിപ്പിക്കുന്നവനെ കൊടിയ കുറ്റക്കാരനായി കരുതുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 22:58 നിങ്ങൾക്ക് വായിക്കാം. നരഹത്യയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 24:17 അത് കാണാം. കുറ്റം ചെയ്യുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വ്യക്തികളെയോ, സംഖ്യയുടെ പുസ്തകം 33:19, ദേശരാഷ്ട്രത്തെയോ, റോമാലേഖനം 13:4, ന്യായാധിപന്മാരെയോ ചുമതലപ്പെടുത്തുന്നു. കുറ്റം ചെയ്യുന്നവർക്ക് എതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വ്യക്തികൾ, ദേശരാഷ്ട്രം, ന്യായാധിപന്മാർ, ജഡ്ജസ്. അതേസമയം കുറ്റത്തിൻ്റെ തോതനുസരിച്ചേ ശിക്ഷ പാടുള്ളൂ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിജപ്പെടുത്തിയിട്ടുണ്ട്. തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. ഒരു ജീവന് പകരം ഒരു ജീവനെ എടുക്കാവൂ. അല്ലെങ്കിൽ അതിക്രമത്തിൻ്റെ അതിപ്രസരം മൂലം സമൂഹമാകെ ജീർണിക്കും. അതുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി വേണം. നമുക്ക് അറിയാം, സഭയിലുമുണ്ട്, ദേശരാഷ്ട്രത്തിലുമുണ്ട്. സഭയുടെ നിയമങ്ങളും ദേശരാഷ്ട്ര നിയമങ്ങളും അനുസരിക്കണം. അനുസരിക്കാത്തവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണം. ഈ ശിക്ഷാ നടപടി എന്ന് പറയുന്നത് ഒരു അച്ചടക്ക നടപടിയാണ്. വാസ്തവത്തിൽ സ്വഭാവത്തിന് പരിവർത്തനമുണ്ടാകാൻ നല്ല നടപ്പ് എന്ന് പറയില്ലേ, നല്ല നടപ്പ്, നന്നായിട്ട് ജീവിച്ച് വരാൻ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് ശിക്ഷാ നടപടി. അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ഒരു ശിക്ഷാ നടപടിയും. പക്ഷെ അത് മനുഷ്യൻ്റെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ അത് റിഫൈൻ ചെയ്യുന്നില്ലെങ്കിൽ, പുതുക്കുന്നില്ലെങ്കിൽ, അത് സംസ്കരിച്ചെടുക്കുന്നില്ലെങ്കിൽ ഈ ശിക്ഷാ നടപടി കൊണ്ട് ഗുണമുണ്ടാകുകയില്ല. അപ്പോൾ ശിക്ഷാ നടപടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ശിക്ഷ കുറ്റത്തിനനുസരിച്ചായിരിക്കണം, തോതനുസരിച്ചായിരിക്കണം. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട, സ്നേഹത്തിൽ നിന്ന് ശിക്ഷണത്തെ മാറ്റി നിർത്താം, അച്ചടക്കത്തെ മാറ്റി നിർത്താം എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്.
ഈ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, സ്നേഹം എന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അച്ചടക്കമുണ്ട്, ശിക്ഷാ നടപടിയുണ്ട്. പക്ഷെ അത് നശിപ്പിക്കാനുള്ളതല്ല, രക്ഷിക്കാനുള്ളതാണ്. സ്വഭാവത്തിന് അല്ലേ, അതിനെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ തരത്തിലാണ് ശിക്ഷാ നടപടിയെ ബൈബിൾ കാണുന്നത്. അത് നടപ്പാക്കാനായിട്ട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് താനും. എന്നിട്ടാണ് ഈ മഴവില്ലിനെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സകല ജീവജാലങ്ങളും തമ്മിൽ ഭാവിയിലെ എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി ഏർപ്പെടുന്ന ഉടമ്പടിയുടെ അടയാളം ഇതാണ്: ഞാൻ എൻ്റെ വില്ല് മേഘങ്ങളിൽ സ്ഥാപിക്കുന്നു. എൻ്റെ വില്ല്, അമ്പും വില്ലും, വേട്ടക്കാരനും അമ്പെയ്ത്തുകാരനും സൈന്യത്തിലെ വില്ലാളി ഉപയോഗിക്കുന്ന വില്ലിന് ഉപയോഗിക്കുന്ന ഹെബ്രായ പദമാണ് ഖെഷേത്ത് എന്നാണ് വാക്ക്. മഴവില്ലിനും ഉപയോഗിച്ചിരിക്കുന്നത്. വേട്ടക്കാർ ഉപയോഗിക്കുന്ന അമ്പം വില്ലില്ലേ, അമ്പെയ്ത്തുകാർ ഉപയോഗിക്കുന്ന വില്ല് കുലച്ചിട്ട് അമ്പ് ചെയ്യുന്നു. ഉൽപ്പത്തി 27:3. സൈന്യത്തിൽ വില്ലാളികൾ ഉപയോഗിക്കും, അത് വില്ലാണ്. വിലാപങ്ങൾ 2:4. അപ്പോൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഈ വില്ല്, അമ്പും വില്ലും കുലയ്ക്കാന്ന് പറഞ്ഞാൽ ആ അമ്പ് ഇല്ലേ, കുലയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വില്ല്, ആ വില്ല് അസ്ത്രം, അതിനുപയോഗിക്കുന്ന അതേ വാക്ക്, അസ്ത്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ വില്ല് ആണ് മഴവില്ല് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീബ്രുവിൽ ഖെഷേത്ത് എന്നാണ് വാക്ക്, ഖെഷേത്ത. പണ്ട് കാലത്ത് യുദ്ധത്തിൻ്റെ ഉപകരണമായിരുന്നു അമ്പും വില്ലും. പണ്ടത്തെ കാലത്ത് സമാധാന കാലത്ത് വില്ലിങ്ങനെ വൃക്ഷങ്ങളിൽ തൂക്കിയിടും. യുദ്ധമില്ലല്ലോ, അപ്പോൾ ഈ വില്ല് വൃക്ഷങ്ങളിൽ തൂക്കിയിടും. മഹാപ്രളയം കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ വില്ല് മഴമേഘങ്ങളിൽ തൂക്കിയിടുന്നു എന്നൊരു സങ്കല്പമാണ്. അതായത് പാപം ചെയ്ത മനുഷ്യവംശവുമായി ഇനിയൊരു യുദ്ധത്തിനില്ലെന്നും അവരുമായി സമാധാനത്തിലാകാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നുവെന്നുമാണ് ദൈവം തൻ്റെ വില്ല് മഴവില്ലായി മേഘങ്ങളിൽ തൂക്കിയിടുന്നത്. അപ്പോൾ പാപം ചെയ്ത മനുഷ്യവംശവുമായി ദൈവം ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതാണ് പ്രളയം. ദൈവത്തിൻ്റെ യുദ്ധോപകരണമായിരുന്നു ഈ മഴമേഘങ്ങളും പ്രളയവും ഒക്കെ. ഇനിയിപ്പോൾ യുദ്ധം ചെയ്യാൻ ദൈവത്തിന് താല്പര്യമില്ല. പാപം ചെയ്ത മനുഷ്യരുമായിട്ട് സമാധാനത്തിൽ പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഈ തൻ്റെ വില്ല് മഴമേഘങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ അർത്ഥം. മഴവില്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ അർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം, ദൈവം നോഹയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ചിഹ്നമാണ്, ഉടമ്പടിയുടെ അടയാളമാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ വില്ല് ഞാൻ ഇങ്ങനെ തൂക്കിയിടുന്നു, അത് ഉടമ്പടിയുടെ അടയാളമാണെന്ന് ദൈവം പറയുന്നുണ്ട്. സ്വർഗത്തെ ലക്ഷ്യമാക്കി വില്ല് കുലച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. സ്വർഗത്തെ ലക്ഷ്യമാക്കി വില്ല് കുലച്ചിരിക്കുന്നു. അതിനർത്ഥം ദൈവം തൻ്റെ വാഗ്ദാനത്തോട് വിശ്വസ്തനായിരിക്കുമെന്നാണ്. നമ്മൾ അവിശ്വസ്തത കാണിച്ചേക്കാം, പക്ഷേ അത് ദൈവത്തിൻ്റെ വിശ്വസ്തത ഇല്ലാതാക്കില്ല. താൻ ഉണ്ടാക്കിയ ഉടമ്പടിയോട് താൻ വിശ്വസ്തനല്ലെങ്കിൽ തൻ്റെ മേലായിരിക്കും ശാപം വീഴുക എന്ന് ദൈവം സ്വയം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം മഴമേഘങ്ങളിൽ ഈ വില്ലിങ്ങനെ സ്ഥാപിക്കുന്നതിലൂടെ. വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. പാപം ചെയ്ത മനുഷ്യർ പാപം ചെയ്യാം, അവർ അവിശ്വസ്തത കാണിക്കാം, എങ്കിലും താനുണ്ടാക്കിയ ഉടമ്പടി അവരുടെ അവിശ്വസ്തതയെ പ്രതി റദ്ദാക്കാൻ കഴിയില്ല. താൻ ഉണ്ടാക്കിയ ഉടമ്പടിയോട് താൻ തന്നെ വിശ്വസ്തനല്ലെങ്കിൽ തൻ്റെ മേലായിരിക്കട്ടെ ശാപം വീഴേണ്ടത് എന്ന് ദൈവം സ്വയം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം മഴമേഘങ്ങളിൽ ഈ വില്ല് ഇങ്ങനെ സ്ഥാപിക്കുന്നതിലൂടെ. എന്തൊരു ഗംഭീരമായ ഒരു സന്ദേശമാണ് നോക്കൂ. മൂന്നാമത്തെ ഒരു സന്ദേശം കൂടിയുണ്ട്. പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ വേർതിരിക്കാനാവാത്തൊരു ബന്ധമുണ്ട്. പ്രപഞ്ചത്തിലെ സകല സംഗതികളും ദൈവം നൽകുന്ന അടയാളമാണ് കാണാൻ കണ്ണുണ്ടെങ്കിൽ. കാരണം മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട്. ഇവിടെ നമുക്ക് ഈ ഹൈന്ദവ സങ്കല്പവും ഗ്രീക്ക് സങ്കല്പവും ക്രൈസ്തവ സങ്കല്പവും തമ്മിലുള്ള അന്തരമൊക്കെ നമുക്ക് നോക്കാം. ഈ ഗ്രീക്ക് സങ്കല്പം അനുസരിച്ചും ഹൈന്ദവ സങ്കല്പം അനുസരിച്ചും ആത്മാവിന് ജീവിക്കാൻ ഒരു ശരീരം വേണ്ട, ആത്മാവിന് അങ്ങ് ജീവിക്കാൻ പറ്റുന്ന. അതുപോലെ ഈ മനുഷ്യർക്ക് ജീവിക്കാൻ പ്രപഞ്ചം വേണമെന്നും അവർ ചിന്തിക്കുന്നില്ല. എന്നാൽ ക്രൈസ്തവ സങ്കല്പം, ബൈബിളിലെ സങ്കല്പം, മനുഷ്യനും പ്രപഞ്ചവും, മനുഷ്യന് ജീവിക്കാൻ പ്രപഞ്ചം വേണം, പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ മനുഷ്യൻ വേണം, അങ്ങനെ ഒരു സങ്കല്പത്തിലാണ്. അപ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപ് പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല? ചോദ്യം ഉണ്ടായിരുന്നു. എങ്കിലും ഈ പ്രപഞ്ചത്തെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യർ വേണം. പ്രപഞ്ചത്തിന് സ്വയം നിലനിൽക്കുന്നുണ്ട്, എങ്കിലും അതിന് നാശം വരും, നാശം സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യൻ അതിൽ പ്രപഞ്ചത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമുക്കറിയാലോ, ഈ കാലാവസ്ഥ വ്യതിയാനം, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിന് ത്വരിതഗതി ഉണ്ടാകുമെന്ന് പറയുന്നു. ആഗോള വ്യാപനം,
കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതൽ, പൊല്യൂഷൻ, ഇതൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിപരതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പോലും പ്രപഞ്ചത്തിന് ദോഷം വരാം. പ്രപഞ്ചത്തിനുണ്ടാകുന്ന ദോഷം പരിഹരിക്കാൻ മനുഷ്യൻ തന്നെ പരിശ്രമിക്കണം. അപ്പം മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ വല്ലാത്തൊരു ബന്ധം കാണുന്നുണ്ട് ബൈബിള്. ഹൈന്ദവ സങ്കല്പത്തിൽ ഈ പ്രപഞ്ചമില്ലെങ്കിലും മനുഷ്യൻ്റെ ആത്മാവിന് ജീവിക്കാമെന്നൊക്കെയാണ്. ഗ്രീക്ക് സങ്കല്പം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പുതിയ ആകാശം പുതിയ ഭൂമിയും ഉണ്ടാകുമെന്നാണ് ലോകാവസാനത്തിൽ. പുതിയ ആകാശം പുതിയ ഭൂമി, ഈ ആകാശം ഇല്ലാതാകും, ഈ ഭൂമി ഇല്ലാതാകും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആകാശം ഭൂമിയും രൂപാന്തരപ്പെടുമെന്നാണ്. പുതിയ ആകാശം പുതിയ ഭൂമിയും ഉണ്ടാകും. ആ സ്പേസിൽ നമ്മൾ ജീവിക്കും, രാജാക്കന്മാരും പുരോഹിതന്മാരുമായി. ഇതാണ് ബൈബിളിന്റെ സങ്കല്പം. അതായത് ആകാശവും ഭൂമിയും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല, ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും. അപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുമെന്നാണ്. ഇതാണ് ലോകാവസാനം എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും, ആ രൂപാന്തരം എങ്ങനെയായിരിക്കും, അതൊന്നും നമുക്കറിയില്ല. അതേക്കുറിച്ച് ഒരു ചെറിയ സൂചന റോമാലേഖനം 8:19 റോമാലേഖനം 8:19 സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. റോമാലേഖനം 8:19 പ്രപഞ്ചം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ വീക്ഷണപടം നമ്മൾ കാണുന്നത്. പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് തീസിസ് എന്നാണ്. തീസിസ്. ഞാൻ ഈ ഹീബ്രു വാക്കും ഗ്രീക്ക് വാക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതാം. മനുഷ്യരില്ലാത്ത ഭൗതിക പ്രപഞ്ചം എന്നാണ് അതിനർത്ഥം. മനുഷ്യരെ കൂടാതെയുള്ള സൃഷ്ടപ്രപഞ്ചം, അതാണ് ആ വാക്കിനർത്ഥം. തീസിസ്. തീസിസ് അതാകെ, അതായത് മനുഷ്യരില്ലാത്ത ഭൗതിക പ്രപഞ്ചം, മനുഷ്യരെ കൂടാതെയുള്ള ഈ സൃഷ്ടപ്രപഞ്ചം ആകെ അലങ്കോലമായി കിടക്കുക. പക്ഷേ മനുഷ്യവംശത്തിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് സംഘർഷമാണ് പ്രപഞ്ചത്തിനെ കുഴഞ്ഞു മറിഞ്ഞ ഈ അവസ്ഥ. ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൽ മനുഷ്യവംശവും പ്രപഞ്ചവും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് മനുഷ്യനെ പാർക്കാനുള്ള വെറും ആവാസ വ്യവസ്ഥ സജ്ജമാക്കുകയല്ല പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം. ഞാൻ ആവർത്തിക്കുക, മനുഷ്യന് പാർക്കാനുള്ള വെറും ഒരു ആവാസ വ്യവസ്ഥ സജ്ജമാക്കുകയല്ല പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം. മനുഷ്യന്റെ രൂപാന്തരത്തോടൊപ്പം പ്രപഞ്ചവും പരിണമിച്ച് പുതിയ ആകാശം പുതിയ ഭൂമിയുമായിട്ട് മാറും. മനുഷ്യർ ഇല്ലേ, നമ്മൾ മരിച്ച് രൂപാന്തരപ്പെടും. അതുപോലെ പ്രപഞ്ചവും പരിണമിച്ച് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. ഇതാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച്. എന്ന് വെച്ചാൽ പൗലോസ് ദൈവം നോഹയുമായി ഉറപ്പിച്ച ഉടമ്പടിയുടെ സാങ്കത്യം പൂർണ്ണമായി വെളിപ്പെടുത്തുകയാണ്. ഈ റോമാലേഖനം 8:19 ദൈവവും നോഹയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ അതിൻ്റെ ആഴമേറിയ അർത്ഥമാണ് പൗലോസ്ലീഹ ഇവിടെ നമുക്ക് നൽകുന്നത്. ഈ ഉടമ്പടിയുടെ അടയാളമായി മഴവില്ല് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചവുമായിട്ട് മനുഷ്യനുമായിട്ട് ഒരു വല്ലാത്ത ബന്ധമുണ്ട്. അതെന്താണ് എന്ന് പൗലോസിന്റെ വീക്ഷണം അവതരിപ്പിക്കുകയാണ് ഈ നോഹയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ വെളിച്ചത്തിൽ. ഈ ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെ സകല ജീവജാലങ്ങളും ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്ത് ചെയ്യുന്ന ഉടമ്പടിയുടെ അടയാളമാണ് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. ഇത് നമ്മൾ കേട്ടത്. മനുഷ്യർക്ക് വേണ്ടിയാണ്, ഞാൻ ആവർത്തിക്കാം, മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ സംരക്ഷിക്കണമായിരുന്നു. എന്നാൽ മനുഷ്യൻ അതിൽ തോറ്റുപോയി. ആദാം തോറ്റുപോയി. അതിനാൽ ആദാമിന്റെ ഫലമായി, പാപത്തിന്റെ ഫലമായി പ്രപഞ്ചവും ശപിക്കപ്പെട്ടു. ഉൽപ്പത്തി 3:15-17 പറയുന്നുണ്ടല്ലോ അല്ലേ, മുള്ളും മുൾച്ചെടികളുമാണ് നീ കൃഷി ചെയ്താലും ഉണ്ടാകുക. അപ്പോൾ പ്രപഞ്ചവും ശപിക്കപ്പെട്ടു. മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിന്റെ രാജാവായിട്ടാണ്, പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട രാജാവായിട്ടാണ്. എന്നാൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിന് പകരം പ്രപഞ്ചത്തെ ചൂഷണം ചെയ്യുകയാണ് ആദാം ചെയ്തത്. ഇതാണ് വൃക്ഷവും പാമ്പും, ആ കഥകളൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടിട്ടുള്ളതാണ് അതൊക്കെ. അപ്പോൾ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട മനുഷ്യൻ, രാജാവെന്ന നിലയിൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട മനുഷ്യൻ പ്രപഞ്ചത്തെ ചൂഷണം ചെയ്തു, അതിക്രമിച്ചു, കടന്നു. അപ്പോൾ പ്രപഞ്ചം തന്നെ ആകെ കൊഴിഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായി. പ്രപഞ്ചവും ശപിക്കപ്പെടുകയാണ്. ആദാമിനെ ശപിച്ചപ്പോൾ പ്രപഞ്ചത്തെയും ശപിക്കുകയാണ് ദൈവം. അന്ന് മുതൽ സൃഷ്ടപ്രപഞ്ചം വിചിത്രമായിട്ട് പെരുമാറണേ. നമുക്കറിയാലോ വിചിത്രമായിട്ട് പ്രപഞ്ചം പെരുമാറണേ. അഴുകലിനും ജീർണതയ്ക്കും വിധേയപ്പെട്ട് മോഹഭംഗം സംഭവിച്ച ആളെ പോലെ അസ്വാഭാവികത കാണിക്കുകയാണ് പ്രപഞ്ചം. എങ്കിലും ജീർണതയിലേക്കുള്ള ഈ പ്രവണതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മനുഷ്യവംശത്തിന്റെ ഭാഗധേയത്തിൽ പ്രപഞ്ചവും പങ്കുചേരുമെന്നാണ് പൗലോസ് വെളിപ്പെടുത്തണേ.
റോമാലേഖനം 8:21 അത് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ മഴവില്ല് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു അടയാളം. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട മനുഷ്യന്റെ രൂപാന്തരത്തോടൊപ്പം പ്രപഞ്ചവും രൂപാന്തരപ്പെടും. പ്രപഞ്ചം അവസാനിച്ചു പോകുകയല്ല, രൂപാന്തരപ്പെട്ട് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുകയാണ്. ഇത് മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള ക്രൈസ്തവ സങ്കല്പമാണ്. അതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ നോഹയുടെ കാലത്ത് ഉടമ്പടിയിലൂടെയും അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിലൂടെ റോമാലേഖനത്തിലൂടെയും പൗലോസ് ഇത് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം പറയാണ്, ഇത് ശാശ്വതമായ ഉടമ്പടിയാണ്. ഭൂമിയുള്ള കാലത്തോളം നോഹയുമായുള്ള ഉടമ്പടിയും നിലനിൽക്കും. അതായത് ഭാവി തലമുറകളിലേക്കും നിലനിൽക്കുന്നതാണ് ദൈവം നോഹയുമായി ഉണ്ടാക്കിയ ഉടമ്പടി. പിന്നീട് എല്ലാ ഉടമ്പടികളെയും അതിശയിക്കുന്ന പുതിയ ഉടമ്പടി യേശു സ്വന്തം രക്തത്താൽ, സ്വന്തം ശരീരത്തിൽ അനുസരണം, സ്വന്തം ഹൃദയത്തിൽ എഴുതിയ അനുസരണത്താൽ സ്ഥാപിച്ചു. ആ പുതിയ ഉടമ്പടിയാണ് വിശുദ്ധ കുർബാന. അവൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട സമ്പൂർണമായ അലംഘനീയമായ എല്ലാം തികഞ്ഞ അനുസരണം. ആ അനുസരണം എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായതിനാൽ അവൻ്റെ അനുസരണത്തിന്മേൽ എല്ലാ മനുഷ്യരിലേക്കും ചുവട് വെച്ച് എല്ലാവർക്കും നിത്യജീവൻ കൊടുക്കാൻ അതാണ് പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി എന്നുള്ള വാക്ക് ബൈബിളില് പഴയ നിയമത്തില് യെരേമിയ പ്രവാചകൻ 31-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, 31 മുതൽ 34 വരെ. പിന്നെ അത് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തില് കുർബാനയുമായി ബന്ധപ്പെട്ട, പുതിയ ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ കുരിശിൽ ആണ് ഈ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടതെങ്കിലും, അവന്റെ രക്തം കൊണ്ടാണ് മുദ്ര വെച്ചതെങ്കിലും, അത് മുൻകൂറായി കർത്താവ് പിറ്റേ ദിവസം മരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൻ മുൻകൂറായി അവന്റെ മരണം പ്രഖ്യാപിക്കാൻ അവന്റെ ജീവൻ അപ്പത്തിന്മേൽ എഴുതി, അവന്റെ ജീവൻ രക്തത്തിന്മേൽ വീഞ്ഞന്മേൽ എഴുതി. അതാണ് പുതിയ ഉടമ്പടി. അത് എല്ലാ ഉടമ്പടികളെയും അതിശയിക്കുന്ന പുതിയ ഉടമ്പടിയാണ്. പക്ഷെ ആ ഉടമ്പടി മനസ്സിലാക്കാൻ ഈ നോഹയുടെ ഉടമ്പടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം മഴവില്ല് എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൽ മഴവില്ല് എന്ന് പറയുന്നത് യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയാണ്. യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയാണ് ശാശ്വതമായ ഉടമ്പടിയുടെ മഴവില്ല്. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യന്മാരെ യുദ്ധത്തിനില്ല, മറിച്ച് സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ലത്തീൻ സഭയിൽ ചിലപ്പം കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് കുർബാന ആരംഭിക്കും, ചിലപ്പം സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയും. രണ്ടും ഒരേ അർത്ഥം. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറയുന്നതിന് അതേ അർത്ഥമാണ് സമാധാനം നിങ്ങളോട് കൂടെ. ഏറ്റവും അവസാനം കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞിട്ട് കുർബാന ആരംഭിക്കുമ്പോൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ, ഏറ്റവും അവസാനം ഇല്ലേ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയും. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് സമാധാനം നിങ്ങളോട് കൂടെ. അതിൻ്റെ അർത്ഥം കർത്താവ് നിങ്ങളോട് കൂടെ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്നേഹം എന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്ക്. മറ്റൊരു വാക്കാണ് സമാധാനം. കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ തരുന്നേ, മറിച്ച് ഇത് ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനമാണ്. ആ സമാധാനം ഒരാളാണ്, യേശു എന്ന ആള്. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ, കർത്താവ് നമ്മളോട് കൂടെ എന്ന് പറയുമ്പോൾ ഉള്ള അർത്ഥം തന്നെയാണ് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ. കർത്താവ് നമ്മളോട് കൂടി ആയിരിക്കുന്നതാണ് സമാധാനം നമ്മോട് കൂടെ. മറ്റെന്തെല്ലാം ഇല്ലേ സ്വസ്ഥതയുണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ സമാധാനം നമുക്കില്ല. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് ബൈബിളില് അത് ഒരാളാണ്. ആ സമാധാനത്തിന് ഉടമ്പടിയാണ് നോഹയോട് സ്ഥാപിക്കുന്നത്. അതിൻ്റെ ഒരു ശാശ്വത സ്മാരകമായിട്ട് മഴവില്ല്. അപ്പോൾ മഴവില്ല് പ്രപഞ്ചത്തിലെ അടയാളം, മഴവില്ല് അത് ശാശ്വതമായ ഉടമ്പടിയുടെ അടയാളമാണ്. ആ ശാശ്വതമായ ഉടമ്പടി പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് യേശുവിൻ്റെ ഹൃദയത്തിന്മേൽ എഴുതിയ അലംഘനീയമായ അനുസരണമാണ്. അതാണ് പുതിയ ഉടമ്പടി. ആ അനുസരണത്തിന്മേലാണ് ദൈവം നമ്മിലേക്ക് ചുവട് വെച്ച് നമ്മെ ജീവശാസ്ത്രപരമായ ജീവൻ, അതീതമായ ജീവനിലേക്ക് എടുത്തു വെക്കുന്നത്. ഇത് വെറും ഒരു വചനപ്രഘോഷണം മാത്രമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ, അതോ യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നമ്മൾ ലിറ്ററേച്ചറിയെക്കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ടിപ്പോളജിക്കൽ വ്യാഖ്യാനം, സൂചക ബോധനം. അതായത് യേശുക്രിസ്തു നൽകിയതും പൗലോസ്ലീഹ നൽകിയതും സഭാപിതാക്കന്മാർ നൽകിയതും ടിപ്പോളജിക്കൽ വ്യാഖ്യാനമാണ്. അപ്പോൾ യേശുക്രിസ്തു സ്ഥാപിക്കുന്ന കുർബാനയുടെ ഒരു ടൈപ്പാണ് ഈ പഴയ നിയമത്തിൽ നോഹയുടെ കാലത്ത് ദൈവം സ്ഥാപിച്ച, മേഘങ്ങളിൽ സ്ഥാപിച്ച മഴവില്ല്. നമുക്കറിയാം പുതിയ നിയമത്തിൽ മേഘം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ഒരു മേഘം അവനെ പൊതിഞ്ഞു രൂപാന്തരി ഭാവത്തിൽ. കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ മേഘം അവന് വഹിച്ചുകൊണ്ട് പോയി, പരിശുദ്ധാത്മാവ് വഹിച്ചുകൊണ്ട് പോയി എന്നർത്ഥം. മേഘം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് ബൈബിളിൽ. നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന മേഘമല്ല.
തീർച്ചയായിട്ടും ആ മേഘം നമുക്കൊരു ഒരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകം നൽകുന്നുണ്ട്. എന്താണ്? നമ്മളിപ്പം ഫ്ലൈറ്റിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു വശം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന വെളുപ്പ്, മറുവശത്തോ കറുത്തിരുണ്ട് നിൽക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിഗൂഢതയും ദൈവത്തിൻ്റെ വെളിച്ചവുമാണ് ഒരേ സമയം മേഘം വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധ റൂഹായുടെ നിഗൂഢതയും അതേസമയം വെട്ടിത്തിളങ്ങുന്ന പ്രഭയും. ഇത് അപ്പോൾ പ്രപഞ്ചത്തിലെ ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ച്, അടയാളങ്ങൾ ഉപയോഗിച്ച്, പ്രതീകങ്ങൾ ഉപയോഗിച്ച് ദൈവം വലിയ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ മേഘം എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് പരിശുദ്ധാത്മാവാകും. വില്ല് എന്ന് പറയുന്നത് സമാധാനത്തെ ചിഹ്നമാകും. അത് ഉടമ്പടിയുടെ അടയാളമാണ്. ആ ഉടമ്പടിയെ പൂർത്തീകരിക്കുന്ന, നിവൃത്തിയാക്കുന്ന ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന. അപ്പോൾ മഴവില്ല്, മേഘങ്ങളിലെ മഴവില്ല് പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ നമുക്ക് നൽകപ്പെടുന്ന വിശുദ്ധ കുർബാന എന്ന ആ യാഥാർത്ഥ്യമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഞാൻ ഇപ്പം ഈ പറഞ്ഞ സംഗതി നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ട് നോക്കിയാൽ, ഒരു 5-6 പ്രാവശ്യം കേട്ട് നോക്കിയാൽ, എന്നിട്ട് ധ്യാനിച്ച് നോക്കിയാൽ, നിങ്ങൾ ചർച്ച ചെയ്ത് നോക്കിയാൽ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റും. ഈ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പം നോഹയുടെ കാലത്തെ മഴവില്ലും നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? അത് വെറും പ്രപഞ്ചത്തിലൊരു അടയാളമാണോ? പ്രപഞ്ചവും നമ്മളുടെ ബന്ധം എന്ത്? ഇതൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട സംഗതികളാണ്. അപ്പോഴാണ് നമ്മൾ ഈ എന്താണ് ലോകാവസാനം, അല്ലേ, എന്താണ് സ്വർഗം, എന്താണ് മരണത്തിന് ശേഷം അനുഭവിക്കുക, ഇതൊക്കെ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന സംഗതികളാണ്. ഉത്തരവിടെ കിട്ടുകയാണ്. അപ്പം ദൈവം വെളിപ്പെടുത്തുന്ന സംഗതികളാണ് നമുക്ക് ഉത്തരങ്ങൾ. ആ ഉത്തരങ്ങൾ നമുക്ക് ഒരുപാട് സമാധാനം നൽകുന്നു. കർത്താവിന് കിട്ടുന്നത് കൊണ്ടുണ്ടാവുന്ന സമാധാനം, സ്വസ്ഥതയല്ല. കർത്താവ് നൽകുന്ന ഉത്തരങ്ങൾ, കർത്താവാകുന്ന ഉത്തരം, അത് കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഒരു സംഗതി നമ്മൾ അഫക്റ്റ് ചെയ്യില്ല. നമുക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും, പക്ഷേ ഡിപ്രഷൻ അങ്ങനെ എനിക്ക് പോകാൻ സാധ്യത കുറവാണ്. കാരണം എന്താണ്? കർത്താവ് ആകുന്ന സമാധാനം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അത്ര വലിയ ഡിപ്രഷനിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. കർത്താവിനെ മാറ്റി നിർത്തുമ്പോഴാണ് അത് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. തീർച്ചയായിട്ടും രോഗം വരും. ഡിപ്രഷൻ രോഗമാണ്. രോഗമൊക്കെ ഉണ്ടാകാം, ഇല്ല കർത്താവ് അനുവദിച്ച് അതൊക്കെ ഉണ്ടാകാം. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കുറ്റം കൊണ്ട് ഈ അമിതമായ ആൻസൈറ്റി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും ഈ തിരുവചനങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചാൽ. നമുക്കങ്ങനെ ഈ നോഹയുടെ കാലത്തെ മഴവില്ലും ഇപ്പോൾ പുതിയ ഉടമ്പടിയുടെ ചിഹ്നമായ അടയാളമായ, നോഹയുടെ കാലത്തുള്ള ഉടമ്പടിയുടെ അടയാളമായ മഴവില്ലും പുതിയ ഉടമ്പടിയുടെ എന്ന് വെച്ചാൽ കുർബാനയുടെ, കുരിശിലെ ബലിയുടെ അടയാളമായി വിശുദ്ധ കുർബാനയുമായുള്ള ആ ബന്ധം, അതെല്ലാം നമുക്ക് മനസ്സിലാകുകയാണ്. ഇത്തരം വ്യാഖ്യാനത്തെയാണ് ടിപ്പോളജിക്കൽ വ്യാഖ്യാനമെന്ന് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ കണ്ടത്. ഇന്നലത്തെ ക്ലാസ് കേട്ടാൽ ഇന്ന് ഈ വചനങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എല്ലാ ക്ലാസ്സുകളും കേൾക്കുക എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇത്തരം ആഴപ്പെട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു രീതി നമുക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പല പ്രാവശ്യം കേൾക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആഴത്തിലേക്ക് കടക്കുക. 5, 6, 7 പ്രാവശ്യം കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പിന്നെ നോട്ടൊക്കെ കുറിച്ച് അതിൻ്റെ മുമ്പ് പറഞ്ഞതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. നമുക്കൊരു വെളിപാടുണ്ടാകും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.